പ്രിയപ്പെട്ടവരെ, നമുക്ക് ദശാവതാര കഥയിൽ നിന്ന് തുടങ്ങാം. ജലത്തിലാണ് നാം ആദ്യം ജീവനുണ്ടായത്, മത്സ്യാവതാരം. പിന്നെ ഓരോ അവതാരങ്ങളും നോക്കൂ, പരിണാമഘട്ടങ്ങൾ. കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ആമ, പിന്നെ മൃഗം, പന്നി, പിന്നീട് മനുഷ്യനിലേക്കുള്ള പരിണാമം, നരസിംഹം, പിന്നെ മനുഷ്യനായി. പക്ഷേ പൂർണ്ണ വളർച്ചയില്ലാത്ത വാമനൻ. പരശുരാമൻ എത്തിയപ്പോൾ ശാരീരിക വളർച്ച നേടി, പക്ഷെ മാനസികമായി ചാഞ്ചല്യമുള്ളയാൾ. ഒരാളുടെ പ്രതികാരം തീർക്കാൻ ശത്രുവിനെ മുഴുവൻ കൊല്ലാൻ നടന്ന പരശുരാമൻ. ശ്രീരാമൻ പൂർണ്ണത നേടിയ മനുഷ്യൻ, പക്ഷെ ജീവിതം പരാജയമായിരുന്നു, എല്ലാം നഷ്ടപ്പെട്ടവൻ. കൃഷ്ണനിലെത്തിയപ്പോൾ സൂത്രശാലിയെ ആധുനിക മനുഷ്യൻ്റെ തന്ത്രങ്ങൾ കാണാം. പിന്നീടാണ് കൽക്കിയുടെ അവതാരം. എന്തിനാണ് തീവ്രവാദത്തെപ്പറ്റി പറയുമ്പോൾ ദശാവതാര കഥയെ പറയുന്നതിനെ പറ്റി നിങ്ങൾ ചിന്തിക്കുന്നത് എന്നെനിക്ക് മനസ്സിലാവും. ഭാഗവതത്തിൽ കൽക്കി അഥവാ കഡ്ഗി കയ്യിലൊരു വാളുമായി പാഞ്ഞെടുക്കുകയാണ്, തനിക്ക് തെറ്റെന്ന് തോന്നുന്ന എല്ലാറ്റിനെയും സംഹരിക്കാൻ. ആധുനിക മനുഷ്യൻ്റെ ഏറ്റവും പുതിയ അവസ്ഥയാണ് പുരാണ കഥാകാരൻ അന്നേ ഭാവനയിൽ കണ്ടത്. തങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നവയെ നേടിയെടുക്കാൻ ജനാധിപത്യ മാർഗങ്ങൾ ഏറെ ഉണ്ടായിട്ടും സായുധ കലാപം നടത്തുകയും മതത്തിൻ്റെയും അസഹിഷ്ണുതയും പേരിൽ നിരപരാധികളെ കൊന്നൊടുക്കുകയും ഒടുവിൽ സ്വയം ചത്തുവീഴുകയും ചെയ്യുന്ന ഈ ഇയാം പാറ്റകൾ, അവർ എന്തിനു വേണ്ടി പോരുന്നുവോ അവ നേടിയെടുക്കുന്നില്ല എന്നാണ് സത്യം. ഇന്ന് ലോകത്തെ അലട്ടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് തീവ്രവാദം. ലോകരാജ്യങ്ങൾ ഒന്നടങ്കം ഇതിനെതിരെ ശബ്ദമുയർത്തുന്നു, നടപടിയെടുക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും അവയൊന്നും ഫലം കാണുന്നില്ല. നിമിഷം തോറും അത് പടർന്നു പിടിക്കുകയാണ്. എത്രയെത്ര നിരപരാധികളാണ് ഇക്കൂട്ടരായി ക്രൂരമായി ഇരയാകുന്നത്. അമേരിക്കയിലെ വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമിച്ച 2 കൂറ്റൻ കെട്ടിടങ്ങൾ വിമാനം കൊണ്ട് ഇടിച്ചു വീഴ്ത്തിയപ്പോൾ അതിനടിയിൽപ്പെട്ട് മരിച്ച ആയിരക്കണക്കിന് ആളുകൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ശിക്ഷ അനുഭവിച്ചത്? ഇന്ത്യയെ പിടിച്ചുകൊലിക്കുക മുംബൈ സ്ഫോടനവും 1997 കോയമ്പത്തൂർ സ്ഫോടനവും തീവ്രവാദികളും ഭരണകൂടവും തമ്മിലുള്ള കിടമത്സരങ്ങൾ മൂലമുണ്ടായതാവാം. പക്ഷേ അതിൽ മരിച്ചു വീണർ ഇതിലൊന്നും ഒരു പങ്കുമില്ലാത്ത സാധാരണക്കാരനല്ലേ? ലോകത്തെല്ലാ കാലത്തും മനുഷ്യരിൽ 2 തരം ചിന്താഗതികളുണ്ടായിരിക്കും. ചിലർ മിതവാദികളാണ്, മറ്റു ചിലർ തീവ്രവാദികളാണ്. എന്നാൽ തങ്ങളുടെ തീവ്ര നിലപാടുകളെ സാധൂകരിക്കാനും അവ നടപ്പിലാക്കാനും ആയുധമെടുത്ത് പോരാടുമ്പോൾ നിങ്ങളൊന്ന് ഓർക്കണം, നിങ്ങളെപ്പോലെ ഈ ഭൂമിയിൽ ജീവിക്കാൻ ദൈവം അയച്ച മനുഷ്യരാണ് മറ്റുള്ളവരുമെന്ന്. അവരുടെ ജീവനെടുത്ത് നിങ്ങൾ നേടുന്ന ലക്ഷ്യങ്ങൾ, ആ വിജയങ്ങൾ, കർമ്മസാക്ഷിയായ ഈശ്വരന് മുന്നിൽ, ആ മഹാനീതിപീഠത്തിന് മുമ്പിൽ അവ വെറും പൂജ്യങ്ങൾ മാത്രമായിരിക്കും. എത്രയെത്ര രാജ്യങ്ങളാണ് തീവ്രവാദത്തിൻ്റെ തിക്തഫലങ്ങൾ അനുഭവിച്ച് ഇന്നും ദരിദ്രരിൽ കഴിയുന്നത്. ദശാബ്ദങ്ങളോളം രണഭൂമിയായിരുന്ന ശ്രീലങ്ക ഇന്ന് ഏറെക്കുറെ ശാന്തമാണ്. അവർ പതിയെ വികസനത്തിൻ്റെ പാതയിലേക്കുള്ള യാത്ര തുടങ്ങിക്കഴിഞ്ഞു. ഇറാഖിൻ്റെ അവസ്ഥ എന്താണ്? പാകിസ്ഥാനെയും അഫ്ഗാനിസ്ഥാനെയും അവസ്ഥ എന്താണ്? അവ ഇന്നും കലാപഭൂമികൾ തന്നെ. അമേരിക്ക പോലെ മുതലാളിത്ത രാജ്യങ്ങളുടെ താല്പര്യങ്ങളും ഈ രാജ്യങ്ങളുടെ ദുരവസ്ഥയ്ക്ക് കാരണമാകുന്നുണ്ട്. അവർക്ക് ലോകം 1-ാം നമ്പർ എന്ന സ്ഥാനം നിലനിർത്തണം. അതിന് മറ്റ് രാജ്യങ്ങളിൽ കാലുഷ്യമുണ്ടാക്കണം. ഇത് ഇന്ത്യയെപ്പോലുള്ള രാജ്യങ്ങൾ തിരിച്ചറിയണം. ഇന്ന് IS എന്ന ഭീകര സംഘടന ലോകത്തിന് മുന്നിൽ ഭീഷണിയായി വളരുന്നു. അവർ നിരന്തരം ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നു. പാരീസ് നഗരത്തിൽ അവർ നടത്തിയ താണ്ഡവം നാം കണ്ടതാണ്. ആരാണിവരെ വളർത്തുന്നത്? മതത്തിൻ്റെ പേരിൽ മനുഷ്യനെ ഭിന്നിപ്പിച്ച് സ്വന്തം സഹജീവികൾക്കെതിരെ ആയുധമെടുക്കാൻ കുരുന്നു മനസ്സുകൾ തന്നെ വിഷം കുത്തിവെച്ച് പ്രോത്സാഹിപ്പിക്കുന്നവർ ആര് തന്നെയായാലും അധമർ തന്നെ. അവരെ ഒറ്റപ്പെടുത്തണം. ഇത് ബുദ്ധൻ്റെ നാടാണ്. ബുദ്ധദേവൻ പ്രചരിപ്പിച്ച അഹിംസയുടെ സന്ദേശം മഹായുധമാക്കിയ സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് പോരാടി സ്വാതന്ത്ര്യം നേടിയ ഗാന്ധിജിയുടെ നാടാണ്. ഇവിടെ നമുക്ക് സബർമതിയിലെ ശാന്തിഗീതങ്ങളാണ് വേണ്ടത്, അല്ലാതെ തീത്തുപ്പുന്ന മാരകായുധങ്ങൾ എതിർക്കുന്ന വെടിയൊച്ചകളല്ല. ശാന്തിയുടെയും സഹിഷ്ണുതയുടെയും സന്ദേശങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം. അവരെ നന്മയുടെ വഴിയിലൂടെ നയിക്കാം. ഭാരതത്തെ സ്വച്ഛന്ദര വൃന്ദാരണ്യമാക്കാം. ആശംസകളോടെ നന്ദി, നമസ്കാരം.